ഹൈടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഡിസൈൻ പാറ്റേൺ വീഴും. അതിനകത്ത് ചെറിയ കത്തിരിയ കല്ലുകളാണത് അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞ് മാറുമ്പോഴാണ് ഈ ഒരു സ്ക്രാച്ച് ഡിസൈൻ നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ കോരി നമ്മൾ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത പുട്ടിയുടെ ടോപ്പിലൂടെ നമ്മൾ അത് ക്രോസിനായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രാച്ച് ഡിസൈൻ കറക്റ്റായിട്ട് ആ വാളിൽ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ആദ്യം ഒട്ടിച്ച ടേപ്പുകളെല്ലാം ആ ഒരു പുട്ടി ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്യണം. ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യണം. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ മാസ്ക് ടേപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കത് ഇളക്കിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ അത് നിങ്ങൾ റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് ബ്ലാക്ക് വേസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യണം. എമർഷൻ പെയിൻറ്റ് തന്നെ ബ്ലാക്ക് നമുക്ക് പിന്നെ അതിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മളിവിടെ സ്പ്രേ ചെയ്യാണ്. കാര്യം ഏകദേശം നല്ല ഏരിയ വരുന്നുണ്ട്. 20 അടി ഹൈറ്റും അതുപോലെ തന്നെ ലെങ്തും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മളത് സ്പ്രേ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തത്. അതാകുമ്പോൾ അതിൻ്റെ ചെറിയ ഗ്രൂപ്പ്സിലൊക്കെ വളരെ പെട്ടെന്ന് ബ്ലാക്ക് അപ്ലൈ ആവും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെറിയ 4 ഇഞ്ചിൻ്റെ റോളർ സ്ലീവ്, ആ റോളർ സ്ലീവ് ഉപയോഗിച്ച് നമ്മൾ കോപ്പർ ടോപ്പിലൂടെ വാഷ് ചെയ്തെടുക്കണം. അതിൻ്റെ ചെറിയ ലൈൻസ് ഗോൾഡ് നമ്മളിവിടെ അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ വാഷ് ചെയ്ത് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇതിനിടയ്ക്ക് വരും നമ്മൾ ടേപ്പ് മാസ്കിൻ്റെ കുത്തിച്ച കറുത്ത ബോർഡർ, ആ ബ്ലാക്ക് ബോർഡർ നമ്മൾ വൈറ്റ് ആക്കി കൊടുക്കും. ആ വൈറ്റ് ആക്കുമ്പോൾ ഇച്ചിരിയുടെ പ്രൊജക്ഷൻ നമുക്ക് കിട്ടും. അങ്ങനെ ഏകദേശം ആ ഒരു വർക്കിൻ്റെ ഫുള്ള് നമ്മൾ ആ ലൈനപ്പും വരച്ച് ഫിനിഷ് ചെയ്യണം. ഈ വൈറ്റ് ബോർഡർ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ എമർഷൻ പെയിൻ്റ് ആണ്. ഈ ഒരു വർക്കിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വാഷബിളാണ്,
അതുപോലെ തന്നെ റീവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റണമെങ്കിൽ നമ്മൾ റീവർക്ക് ചെയ്തെടുക്കാനും പറ്റും. ആണ് ഈ വർക്കിൻ്റെ ഒരു ഗുണം. ഇതാണ് സ്ക്രാച്ച് ഡിസൈൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വർക്കുമായി കാണാം. അപ്പോൾ ഓക്കെ, ബൈ.